ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ഇഡലിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ 4 ഇഡലി എടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാലൻസ് വന്നതാണ്. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ഇഡലിയാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇതിനൊക്കെ പെട്ടെന്ന് ഒരു മസാല ഇഡലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഞാനിന്ന് മസാല ഇഡലിയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ 4ആയിട്ട് ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇഡലി. ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കുട്ടികൾക്കൊക്കെ നെയ്യ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ നെയ്ക്കകത്താണ് ഞാൻ ഇതിനകത്ത് ആദ്യമേ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ഫ്രൈ ആവണ്ട. അപ്പം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ആ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിൽ ചേർക്കാം, വെളിച്ചെണ്ണയൊക്കെ ചേർക്കാവുന്നതാണ്. അതിലേക്ക് ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂൺ കടുകിട്ടു, 1/2 സ്പൂൺ ഉഴുന്ന്, 2 മുളക്. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ, അതും കൊടുത്ത് കൊടുക്കുകയാണ്. നല്ലവണ്ണം ഒന്ന് വഴണ്ട് വരണം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചെടുത്തത് അതും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇതൊക്കെ കുട്ടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ, ക്യാരറ്റൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അവരങ്ങ് കഴിച്ചോളും ക്യാരറ്റൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ തക്കാളിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പിടാം. ഇനി ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ മുളക് പൊടി, അതേ സ്പൂണിന് തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇപ്പോൾ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. നമുക്കതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചിരിക്കണം. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഈ ഇഡലി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയില, അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂണ് കെച്ചപ്പൊടി, ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പം മധുരത്തിന് മധുരവും കാണും, എരിവിന് എരിവും ഉണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടും. കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊരു ശകലം കൂടെ വേണം. നന്നായിട്ടൊന്ന് ഇളക്കുക.
അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇഡലി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ ഇതണക്ക് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് ഇഡലി ബാക്കി വന്ന് നമുക്ക് ഇതണക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുട്ടികൾക്കും ഇഷ്ടമാവും. മധുരവും ഉണ്ട്, എരിവും ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതണക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.